കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷൻ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഇപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഓരോ മിനിറ്റുകൾ പിന്നിടുമ്പോഴും ഈ മുഖച്ഛായ പൂർണ്ണമായും മാറ്റിമറിക്കപ്പെടുകയാണ്. ഓടിട്ട് ടൗണിൽ തലയുയർത്തി നിന്നിരുന്ന ഈ കെട്ടിടങ്ങൾ ഇനി ഓർമ്മ പുസ്തകത്തിലേക്ക് പൂർണ്ണമായും ചേക്കേറുകയാണ്. MC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് തലമുറകളായി കുറവലങ്ങാട്ട് തലയുയർത്തി നിന്ന ഈ ഓടിട്ട കെട്ടിടങ്ങൾ നാടിനും പുതുതലമുറയ്ക്കും അന്യമായി മാറുന്നത്. ഈ കെട്ടിടങ്ങൾക്ക് പകരമായി ഇനി തീർച്ചയായും ഇവിടെ കോൺക്രീറ്റ് ബഹുനില മന്ദിരങ്ങളാവും ഉയരുക. തലമുറകളായി വ്യാപാരം നടത്തി വന്നിരുന്ന പല കുടുംബങ്ങളും വ്യാപാര രംഗത്ത് നിന്ന് തന്നെ വരെ പിന്മാറുന്ന സാഹചര്യം വരെ ഈ കെട്ടിടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുന്നതോടെയും പൊളിച്ചു നീക്കപ്പെടുന്നതോടെയും ഉണ്ടായിരിക്കുകയാണ്. വ്യാപാര രംഗത്ത് മാറ്റങ്ങൾ വരുന്നു എന്നതിനപ്പുറം കുറവലങ്ങാടിന്റെ മുഖച്ഛായ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കാണുന്നത് കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും പള്ളിക്കവല വരെ നീളുന്ന ദൃശ്യമാണ്. ഈ പ്രദേശങ്ങളെല്ലാം അടിമുടി മാറും വിധമാണ് വികസനം കടന്നെത്തുന്നത്. ലോകബാങ്ക് സഹായത്തോടെ ലക്ഷ്യമിടുന്ന MC റോഡ് വികസനത്തിൽ ഉടൻ തന്നെ ലോകബാങ്ക് പ്രതിനിധി സംഘം ഈ പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്നിരിക്കുകയാണ്. സ്ഥലം ലഭ്യമാക്കിയെന്ന അധികൃതരെ പൂർണ്ണമായും വിശ്വസിപ്പിക്കുവാനും ധരിപ്പിക്കുവാനുമായി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സ്ഥലം പൂർണ്ണമായും വിട്ടൊഴിയണമെന്ന് ഭൂവുടമകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അധികൃതരുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് കടകമ്പോളങ്ങളടക്കം പൊളിച്ചുമാറ്റി ഈ മേഖലയിൽ എമ്പാടും എല്ലാവരും വികസനത്തോട് സഹകരിക്കുന്നത്. കുറവലങ്ങാട്ടെ ഈ പഴയ ഓടിട്ട കെട്ടിടങ്ങൾ പൂർണ്ണമായും മാറ്റപ്പെടുന്നതിനൊപ്പം മോനിപ്പിള്ളി, പുതുവേലി, വെമ്പള്ളി മേഖലയിലും കെട്ടിടങ്ങൾ പൂർണ്ണമായും മാറ്റപ്പെടുകയാണ്. ഇനി ഒരിക്കലും ഈ ഓടിട്ട കെട്ടിടങ്ങൾക്ക് പകരം വീണ്ടും ഒരു ഓടിട്ട കെട്ടിടം കൂടി എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. പുതിയ ബഹുനില കോൺക്രീറ്റ് മന്ദിരങ്ങൾ ഉയരുമ്പോൾ ഈ മുഖച്ഛായ ആവില്ല നാടിന് ലഭ്യമാകുക എന്നുള്ളത് കൊണ്ട് തന്നെ ഇവയെ ക്യാമറ കണ്ണിൽ ഒതുക്കി പ്രേക്ഷക സഹസ്രങ്ങൾക്ക് സമ്മാനിക്കുകയാണ്.